ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആനി. നിങ്ങൾക്കെല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ചൗരി കൊണ്ട് ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഇത് ആർക്ക് വേണേലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറേ ഉണ്ടാക്കി വെച്ചാൽ വർഷങ്ങളോളം ഒരു കേടും കൂടാതെ നമുക്കിത് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിൽ ആ ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടിട്ട് നമുക്കിതിനെ ഒന്ന് കഴുകി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതായിട്ട് കഴുകി എടുക്കണം. എന്നിട്ട് ഇത് ഒരു അരിപ്പ എടുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഈ പാത്രത്തിലോട്ടിട്ടിട്ട് ഏത് കപ്പിനാ ചൗരി എടുത്ത് അതിൻ്റെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് വെക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ആ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി വെച്ചതിന് ശേഷം ഒരു 5 മണിക്കൂർ നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കണം അടച്ച്. ഇതിപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിലെ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി ഇതെല്ലാം നല്ല മണിമണി പോലെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് കയ്യിലിങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഇതാവുന്നതായിട്ട് കാണാം. ഇനി ഇത് നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കുതിർക്കാൻ വെച്ചപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഇത് കുതിർത്തത്. ഇനി ഇതിലോട്ട് ഒരു 7 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കണം. ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാൻ വെക്കാം. ഇത് നല്ലതുപോലെ ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല. എന്നാൽ ഇതിന് സ്റ്റാർച്ച് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൗരി മൊത്തം ഇപ്പോൾ മുകളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇത് ഇടുമ്പോൾ വൈറ്റ് കളറായിരുന്നു. ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. മൊത്തം ചൗരി ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒരുപാട് വെള്ളമല്ലേ എന്ന്. ഇത് തണുത്ത് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ ഇത് നല്ല കൊഴുത്ത് വരും. ഇതിപ്പോഴെല്ലാം ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഈ ചൂടിലിരുന്ന് ബാക്കിയുള്ളതും കൂടെ നല്ലതുപോലെ ആയിക്കോളും. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിരുന്ന ജീരകവും ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കണം. ഇനി ഇതുപോലൊരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. വള വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കാൻ ഒരേ സൈസിൽ ഷേപ്പ് കിട്ടാനെ കൊണ്ട് നമുക്ക് ഇതുപോലെ ഐഡിയ എടുക്കാവുന്നതാണ്. ഇതുപോലെ 1 കപ്പ് ചൗരി കൊണ്ട് ഇത്രയും അധികം ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ആകെ 1 കപ്പ് ചൗരിക്ക് എനിക്കിത് ഇത്രയും ചിപ്സ് ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആകെ ഞാൻ 2 ദിവസമാണ് ഉണക്കിയത്. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് 1 ദിവസം കൂടെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണെന്ന് വറുത്തും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ ഇപ്പം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഓരോന്നിട്ട് പൊള്ളിച്ച് എടുക്കാം. ഇതുപോലെ നമുക്ക് കുറേ കൂടെ പൊള്ളിച്ചെടുക്കാം.
ഇത് ഞാൻ കുറേ ഫ്രൈ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിപ്സാണ്. ഇത് കണ്ടേ, ഇതിൻ്റെ സൗണ്ട് കേട്ടോ. ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ നല്ല ക്രഞ്ചി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാസ്തയാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. ഇത് കുറേ അധികം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാം. ഇത് നല്ല എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കണം. ഇത് വേറൊരു രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ ഇത് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്ത് ചായയുടെ കൂടെ കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റിലും പറയണേ. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്